വികസനത്തെക്കുറിച്ചും ഭാവി തലമുറയെക്കുറിച്ചും രണ്ട് വ്യത്യസ്ത ഭരണകൂടങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമായി മാറുകയാണ് ഈ മാസം കേരളത്തിലും യുഎയിലുമായി നടക്കുന്ന രണ്ട് അന്താരാഷ്ട്ര പരിപാടികൾ. കേരളം അതിന്റെ 4ാം ലോക കേരള സഭയ്ക്ക് വേദിയൊരുക്കുമ്പോൾ അതേ സമയത്താണ് യുഎയിൽ 100-ലധികം നോബൽ ജേതാക്കൾ അണിനിരക്കുന്ന വേൾഡ് ലോററ്റ് സമ്മിറ്റ് അരങ്ങേറുന്നത്. കടക്കണിയിൽ വലയുന്ന ഒരു സംസ്ഥാനം കോടികൾ ചെലവിട്ട് രാഷ്ട്രീയമേളകൾ നടത്തുമ്പോൾ ലോകത്തെ മാറ്റിമറിച്ച പ്രതിഭകളെ ഒരുമിച്ചുകൂട്ടി ശാസ്ത്രീയ സംഭാഷണങ്ങൾക്ക് വഴി തുറക്കുകയാണ് യുഎഇ. ഇത് കേവലം രണ്ട് പരിപാടികൾ തമ്മിലുള്ള വ്യത്യാസമല്ല, മറിച്ച് ദീർഘവീക്ഷണവും മുൻഗണനകളും തമ്മിലുള്ള വലിയൊരു അന്തരമാണ്. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെയും ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെയും ദീർഘവീക്ഷണമാണ് വേൾഡ് ലോററ്റ് സമ്മിറ്റ് എന്ന ആശയത്തിന് പിന്നിൽ. ലോകത്തെ വിറപ്പിച്ച മഹാനായ ശാസ്ത്രജ്ഞരും ചിന്തകരും ഒത്തുചേരുന്ന ഈ വേദി ലോകത്തിന്റെ ഭാവി രൂപപ്പെടുത്താനുള്ള ഗൗരവകരമായ ചർച്ചകൾക്ക് വേദിയാകുന്നു. നോബൽ സമ്മാന ജേതാക്കൾ ഉൾപ്പെടെ 100-ലധികം ലോകപ്രശസ്ത ശാസ്ത്രജ്ഞരാണ് ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. അടിസ്ഥാന ശാസ്ത്രങ്ങളുടെ വികസനം, കാലാവസ്ഥാ വ്യതിയാനം, ന്യൂനത സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ മനുഷ്യരാശി നേരിടുന്ന വെല്ലുവിളികൾക്ക് ശാസ്ത്രീയമായി പരിഹാരം കണ്ടെത്തുകയാണ് ഇതിന്റെ ലക്ഷ്യം. അറിവിലും ഗവേഷണത്തിലും നിക്ഷേപിക്കുന്നതാണ് പ്രധാനമെന്ന ഷെയ്ഖ് മുഹമ്മദിന്റെ വാക്കുകൾ യുഎയുടെ വികസന നയത്തിലെ ആണിക്കല്ലാണ്. വരും തലമുറയ്ക്കായി വിഭവങ്ങളുടെ സുസ്ഥിരത ഉറപ്പാക്കാൻ ശാസ്ത്രീയമായ അറിവ് അനിവാര്യമാണെന്ന് അവർ വിശ്വസിക്കുന്നു. ശാസ്ത്രീയ സഹകരണത്തിനുള്ള ഒരു ആഗോള കേന്ദ്രമായി യുഎഇ മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. ഇതിനായി വേൾഡ് ലോററ്റ്സ് അസോസിയേഷൻ യുഎഇയിൽ പുതിയ കേന്ദ്രം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ്. കേരള സർക്കാർ വലിയ അവകാശവാദങ്ങളുമായി നടത്തുന്ന ലോക കേരള സഭ ഇന്ന് കടുത്ത വിമർശനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാസികളുടെ ക്ഷേമത്തിനും വികസനത്തിനുമായി എന്ന് പറയുമ്പോഴും ഈ മേളകൾ കൊണ്ട് സംസ്ഥാനത്തിനോ സാധാരണക്കാരനോ എന്ത് നേട്ടമുണ്ടായി എന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകാൻ സർക്കാരിന് കഴിയുന്നില്ല. കേരളം ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്താണ് കോടികൾ ചിലവിട്ടുള്ള ഈ ആഘോഷങ്ങൾ. നിത്യനിദാന ചിലവുകൾക്കും ക്ഷേമ പെൻഷനുകൾക്കും പോലും പണമില്ലാതെ വലയുമ്പോഴും ഇത്തരം ആഡംബര മേളകൾ നടത്തുന്നത് പൊതുജന മധ്യത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്നുണ്ട്. വിദേശത്തുള്ള ചില സമ്പന്നരായ വ്യവസായികളെയും സ്തുതിപാഠകരെയും വിളിച്ചു വരുത്തി വിരുന്നൊരുക്കുന്ന ഒരു വേദിയായി ലോക കേരള സഭ മാറിയെന്നാണ് പ്രതിപക്ഷത്തിന്റെയും സാമൂഹിക നിരീക്ഷകരുടെയും വിമർശനം. ഇതിൽ പങ്കെടുക്കുന്നവർക്ക് ലഭിക്കുന്ന VIP പരിഗണനയ്ക്കപ്പുറം കേരളത്തിന്റെ താഴെത്തട്ടിലുള്ള പ്രവാസികൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കുന്നില്ല. മുൻപ് നടന്ന ലോക കേരള സഭകളിൽ പ്രഖ്യാപിക്കപ്പെട്ട പല പദ്ധതികളും ഇപ്പോഴും വെറും കടലാസിൽ ഒതുങ്ങി നിൽക്കുന്നു. പ്രവാസികളുടെ നിക്ഷേപം ആകർഷിക്കാൻ എന്ന പേരിൽ നടത്തുന്ന ഈ പരിപാടികൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായ ചില PR വർക്കുകൾക്ക് വേണ്ടിയാണെന്ന ആക്ഷേപവും ശക്തമാണ്. തൊട്ടതിനും പിടിച്ചതിനും ഗൾഫ് രാജ്യങ്ങളെ ഉദാഹരണമായി കാട്ടുന്ന കേരളത്തിലെ ഭരണാധികാരികൾ അവിടുത്തെ ഭരണാധികാരികളുടെ ദീർഘവീക്ഷണം എന്തുകൊണ്ട് പഠിക്കുന്നില്ല എന്ന ചോദ്യവും പ്രസക്തമാണ്. യുഎഇ അവരുടെ സമ്പത്ത് ഉപയോഗിക്കുന്നത് ശാസ്ത്രജ്ഞരെയും ചിന്തകരെയും ആകർഷിക്കാനാണ്. എന്നാൽ കേരളം പ്രവാസികളുടെ പണവും പദവിയും ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ മേളകൾ കൊഴിപ്പിക്കാനാണ്. ദുബായിൽ നടക്കുന്ന ഉച്ചകോടിയിൽ യുവശാസ്ത്രജ്ഞർക്ക് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. വരും തലമുറയെ ഗവേഷണങ്ങളിലേക്ക് നയിക്കാനുള്ള ബോധപൂർവമായ ശ്രമം അവിടെയുണ്ട്. എന്നാൽ കേരളത്തിൽ നിന്ന് കഴിവുള്ള യുവാക്കൾ ഉന്നത പഠനത്തിനും ജോലിക്കുമായി കൂട്ടത്തോടെ വിദേശത്തേക്ക് പലായനം ചെയ്യുകയാണ്. അവരെ ഇവിടെ നിലനിർത്താനോ അവരുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താനോ ഉള്ള യാതൊരു ശാസ്ത്രീയ പദ്ധതിയും ലോക കേരള സഭയിൽ നിന്ന് ഉദയം കൊള്ളുന്നില്ല. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും പറഞ്ഞതുപോലെ യുഎഇ ദീർഘവീക്ഷണമുള്ളവരുടെ ഒരു ധീരമായ ആശയങ്ങളുടെയും ഒരു കൂട്ടുകെട്ടാണ്. അറിവിനെ ഉൽപാദനവുമായി ബന്ധിപ്പിക്കുകയും അതിലൂടെ സമൂഹത്തിന്റെ പുരോഗതി ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു പാലമായാണ് യുഎഇ വർത്തിക്കുന്നത്. മറുഭാഗത്ത് കേരളത്തിൽ നടക്കുന്നത് കേവലം വിഭവങ്ങളുടെ ദുർവിനിയോഗമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ലോക കേരള സഭയിൽ പങ്കെടുക്കുന്ന പ്രഗത്ഭരായ മലയാളികൾ പലരും ഉണ്ടാകാം. പക്ഷേ ആ വേദിയിൽ ഒരു ശാസ്ത്രീയ സാങ്കേതിക ചർച്ചയ്ക്കായി ഉപയോഗിക്കുന്നതിന് പകരം വിഭവ സമാഹരണത്തിനുള്ള ഒരു മാർഗമായി മാത്രം കാണുന്നത് പരാജയമാണ്. യുഎയിലെ വേൾഡ് ലോററ്റ് സമ്മിറ്റ് ലോകത്തിന് നൽകുന്ന സന്ദേശവും വ്യക്തമാണ്. ഭാവി അറിവിൻ്റെതാണ്. ശാസ്ത്രത്തിലും ഗവേഷണത്തിലും ഊന്നിയുള്ള വികസനം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. കേരളം ഈ മാതൃക കണ്ടുപഠിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഖജനാവ് കാലിയായിരിക്കുമ്പോൾ പ്രാഞ്ചേട്ടന്മാരെ വിളിച്ച് വിരുന്നൂട്ടുന്നതിന് പകരം നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ശാസ്ത്രീയ ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ പണം ഉപയോഗിച്ചിരുന്നെങ്കിൽ അത് കേരളത്തിന്റെ ഭാവിക്ക് കൂടുതൽ ഗുണകരമാകുമായിരുന്നു. വിദേശയാത്രകൾ നടത്തുന്ന നമ്മുടെ ഭരണാധികാരികൾ അവിടുത്തെ ആഡംബരം മാത്രമല്ല, ആ രാജ്യങ്ങളെ വിജയത്തിലെത്തിച്ച് അവരുടെ ദീർഘവീക്ഷണവും ന്യൂനതമായ ചിന്തകളും കൂടി പഠിക്കണമെന്നാണ് ഈ രണ്ട് ഉച്ചകോടികളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.